കർണാടകയിലെ ചിക്മംഗ്ലൂരുവിൽ കാണാതായ പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. SDRFും വനംവകുപ്പും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ 1500 അടി താഴ്ചയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ചയാണ് ചിക്മംഗ്ലൂരുവിലെ മാണിക്കധാര വെള്ളച്ചാട്ടത്തിന് സമീപം ശ്രീനന്ദയെ കാണാതായത്. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു ശ്രീനന്ദ. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, കാത്തിരിപ്പും പ്രാർത്ഥനകളുമെല്ലാം വിഫലമാവുന്നു. ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. എപ്പോഴാണ് മൃതദേഹം കിട്ടിയത്? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചെന്ന കാര്യത്തിൽ എന്തെല്ലാം വിവരങ്ങൾ നൽകാനുണ്ട് സാജിദ്? സൈഫുദ്ദീൻ, ഞാൻ ശ്രീനന്ദയുടെ വീട്ടിലാണ് ഉള്ളത്. 40 അംഗ സംഘമാണ് അന്ന് വിനോദ യാത്രയ്ക്ക് പോയിരുന്നത്. അതിൽ ഇവരുടെ ബന്ധുക്കളും അയൽവാസികളുമായ ആളുകൾ എല്ലാം ഉണ്ട്. അതിൽ 2 പേരാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. നിങ്ങളിപ്പോൾ അന്ന് പോയി കുട്ടിയെ കാണാതായിട്ട് തെരച്ചിൽ വ്യാപകമായി നടത്തിയിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യം എന്താ? അന്നത്തെ സാഹചര്യം പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഭാഗത്ത് കൂടെ ഒരു ഇറങ്ങിയ പാകാൻ പറ്റുന്ന ഭാഗത്ത് കൂടെ ഇറങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ ചെങ്കുത്തായ ഭാഗം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് ഞങ്ങളായി ബന്ധുക്കൾ പലരും ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ആ ഭാഗത്ത് മാത്രമല്ല, ഇവർ കുറച്ച് പേര് 1-2 പേര് വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. ജീപ്പിലാണ് ഞങ്ങൾ പോയിരുന്നത്. ജീപ്പ് അങ്ങോട്ട് കടത്തിവിടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവർ കുറച്ച് പേര് വിശ്രമിക്കാൻ ആഴ്ച പേരും തയ്യാറായിട്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇപ്പോൾ ഈ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് ആഴ്ച കാണാതായി എന്ന് പറയുന്നതിന് ശേഷം നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ അവസാനം 5 എരിവിനെടുത്ത ഫോട്ടോയിൽ കുട്ടിയുണ്ട്. കുട്ടി ആ ഫോട്ടോന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു തിട്ടൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കുട്ടിയുടെ അമ്മ അന്വേഷിച്ച് നടക്കുന്നത് 5:25, 5:30 മുമ്പായിട്ടാണ്. അപ്പോൾ ഈ ബോഡിയെ കിട്ടിയ സമയത്തൊക്കെ ഞാനടക്കം പിന്നെ പെട്ടെന്ന് പറയുന്ന ആൾക്കാർ ഇവരൊക്കെ ഈ ബോഡി കിട്ടിയ ഭാഗത്ത് അവിടെ നിന്നുള്ള വ്യൂ നോക്കിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ആ ഭാഗത്ത് നിന്ന് ബോഡി കിട്ടി പറയുമ്പോൾ അന്ന് ഏതെങ്കിലും വ്യക്തികൾ അടുത്ത സംഘം ആ കുട്ടിയെ തട്ടിക്കൊണ്ടതിന് ശേഷം അപായപ്പെടുത്തി ഇപ്പം ഇന്നലെ ഒക്കെ ആയിട്ട് ആ ഭാഗത്ത് കൊണ്ടുവന്നിടാനാണ് സാധ്യതയുള്ളത്. അതായത് ഇപ്പോൾ കുട്ടിയുടെ ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് നേരത്തെ തെരച്ചിൽ നടത്തിയതാണ്. ഞങ്ങൾ തെരച്ചിൽ എന്താ വെച്ചാൽ നമ്മൾ 5:30 ആ ഭാഗത്തൊക്കെ തെരച്ചിൽ ഞങ്ങൾ തെരച്ചിലാണ്. അടിയേക്ക് നോക്കാൻ പറ്റില്ല. നമുക്ക് പോകാൻ പറ്റുന്ന പരിധി ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ കുത്തനായ താഴ്ചയാണ്. ഇപ്പോൾ ഈ കുട്ടിയുടെ ഈ ബോഡി കിട്ടിയ സ്ഥലത്ത് തെരച്ചിൽ നടത്തിയിരുന്നു ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. വെച്ചാൽ ഇപ്പോൾ എന്താ വെച്ചാൽ അവിടുന്ന് കൃത്യമായ വിവരം കിട്ടിയില്ല. ഇപ്പം തന്നെ പറഞ്ഞു കൺഫേം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഒരാൾ. അപ്പോൾ നമ്മൾ അത് ഊഹിച്ച് പറയല്ല. ഞങ്ങൾ മനസ്സിലാക്കിയ ഭാഗത്താണെങ്കിൽ ഞങ്ങൾ ഈ ബോഡി കണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഭാഗത്താണെങ്കിൽ അതിൽ യാതൊരു തർക്കമില്ല. ആ ഭാഗത്ത് ആ സമയത്ത് കുട്ടി പോയിട്ടില്ല. എന്താ വെച്ചാൽ 5 എരിവിൻ്റെ ഫോട്ടോയിൽ ആ കുട്ടിയുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ കുട്ടിയുടെ അമ്മ ആദ്യം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത്